ദ സെവൻ ഏജസ് ഓഫ് മാൻ ബൈ വില്യം ഷേക്സ്പിയർ. നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി വളരെ ഷോർട്ടായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ പാരാഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോകം, അതായത് നമ്മൾ ജീവിക്കുന്ന ഇടം മുഴുവനും ഒരു സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. അതായത് നാടകമൊക്കെ നടക്കുന്ന തിയേറ്ററിലെ അതാണെന്നാണ് പറയുന്നത്. ജനങ്ങളെല്ലാവരും ഈ നാടകത്തിലെ അഭിനേതാക്കളാണ്. അവർക്ക് എന്തുണ്ട്? എക്സിറ്റും ഉണ്ട്, എൻട്രൻസും ഉണ്ട്. അവർക്ക് കടന്നു വരാനൊരു വാതിലും ഉണ്ട്, അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുവാനുള്ളൊരു എക്സിറ്റുമുണ്ട്. എക്സിറ്റ് എന്നത് ജീവിതത്തിലെ മരണമാണ്. എൻട്രൻസ് എന്നത് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതുമാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ അവിടെ നമുക്ക് ഒരുപാട് റോൾ ഉണ്ടെന്നാണ് കവി പറയുന്നത്. കുട്ടിയായും സഹോദരനായും പാരൻസായും ഗ്രാൻഡ് പാരൻസായിട്ടും ഒക്കെ ഒരുപാട് റോളുകളുണ്ട്. ഒരാളെ എൻട്രൻസിലൂടെ സ്റ്റേജിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അയാളെ 7 റോളും അഭിനയിച്ചതിന് ശേഷമാണ് എക്സിറ്റ് വഴി പുറത്തേക്ക് പോകുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് ഈ 7 സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ്. ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത് ഇൻഫൻ്റ് ആണ്. നമ്മളൊരു ബേബി ആയിരുന്ന സമയത്തുള്ളതാണ്. ബേബി ആയിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കരയുകയും വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആരാണോ നോക്കുന്നത് അവരുടെ കൈകളിലാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബോയ് ആണ്. സ്കൂൾ ബോയ് ആയിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പരാതികൾ നമ്മുടെ പാരൻസിനോട് പറയും. പിന്നെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും അല്ലേ? സ്കൂളിൽ പോകുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു ഒച്ച എഴയുന്നത് പോലെയാണ് പോകുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് കൗമാരപ്രായം. കുറേ ഇമോഷൻസും ഫീലിങ്സൊക്കെയുള്ള ഏജാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് ദുഃഖകരമായ പ്രണയ കവിതകളൊക്കെ എഴുതാൻ തുടങ്ങുന്നു. പിന്നെ അവൻ്റെ മിസ്ട്രസിൻ്റെ പുരികം പോലും അവൻ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ദെൻ പിന്നെയുള്ള സ്റ്റേജാണ് കറേജിയസ് ആയിട്ടുള്ള സ്റ്റേജ്. ഒരു പട്ടാളക്കാരൻ്റെ ധൈര്യത്തോടു കൂടിയുള്ള സ്റ്റേജാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും അവൻ എന്ത് വന്നിരിക്കും? താടിയൊക്കെ വന്നിരിക്കും. കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിട്ട് മാറിയിരിക്കും. അവൻ ബബിൾ റെപ്യൂട്ടേഷൻ അല്ലെ, പെട്ടെന്ന് തകർന്നു പോകുന്ന റെപ്യൂട്ടേഷനിൽ പോലും അവന് വേണമെന്ന് തോന്നും അല്ലേ. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് ആഗ്രഹിക്കും. പെട്ടെന്ന് തന്നെ അടിപിടികളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ഒരു ഏജിൽ. പിന്നെ പറയുന്നത് വിവേകമുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടുള്ള സ്റ്റേജാണ് 5th സ്റ്റേജ്. അതിൽ നല്ല പക്വതയൊക്കെ വന്നിട്ട് ധാരാളം ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന് നല്ല പക്വതയൊക്കെ വരും. എടുത്തുചാട്ടമൊക്കെ എന്താവും? പൂർണ്ണമായിട്ടും ഇല്ലാതാവും. പിന്നെ എല്ലാവർക്കും അഡ്വൈസൊക്കെ കൊടുക്കും. 6th സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അവന് വയസ്സാവും. ലൂസ് ഫിറ്റിംഗ് ട്രൗസേഴ്സൊക്കെ ഇട്ടിട്ട് നടക്കും. അദ്ദേഹം വള്ളിച്ചെരുപ്പൊക്കെയാണ് ഇട്ട് നടക്കുന്നത്. പിന്നെ മൂക്കിലൊരു കണ്ണാടി ഉണ്ടായിരിക്കും, സൈഡ് ബാഗും ഉണ്ടായിരിക്കും. 6th സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെ മാറിയിട്ട് ഒരു വിസിലിൻ്റെ ശബ്ദം കൂടി സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വരും. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു കുട്ടിയായി മാറുകയാണ്.